അരനൂറ്റാണ്ട് കാലമായി ഒരേ മുന്നണിയുടെ ഭരണത്തിൽ തുടരുന്ന അപൂർവ രാഷ്ട്രീയ ചരിത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. രൂപവൽക്കരിച്ച മുതൽ കൃത്യമായ ഇടത് ചായ്വ് പ്രകടമാക്കി നഗരസഭ മാർക്സിസ്റ്റ് കോട്ട എന്ന് വിശേഷിക്കപ്പെടുന്നു. എന്നാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. LDFനെ സംബന്ധിച്ച് ഇത് ഭരണ തുടർച്ചയ്ക്കായുള്ള വെറുമൊരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, മറിച്ചൊരു യഥാർത്ഥ അഗ്നി പരീക്ഷണം തന്നെയാണ്. കഴിഞ്ഞ 15 വർഷത്തെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ LDFന്റെ മേധാവിത്വം വ്യക്തമാക്കുന്നു. 2010-ൽ 41 സീറ്റുകൾ നേടി ഭരണം നിലനിർത്തിയ ഇടതുമുന്നണി 2015-ൽ 48 സീറ്റുകളിലേക്ക് കുതിച്ചുയർന്നു. അതേസമയം UDF 34-ൽ നിന്ന് 20 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി. 2020-ൽ LDF 51 സീറ്റുകളോടെ ഭരണം കൂടുതൽ ഭദ്രമാക്കിയപ്പോൾ UDF 17 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. എന്നാൽ 2015-ലും 2020-ലും 7 സീറ്റുകൾ വീതം നേടി BJP തങ്ങളുടെ സാന്നിധ്യം കോർപ്പറേഷനിൽ ഉറപ്പിച്ചു. 2020-ൽ 22 ഇടങ്ങളിൽ രണ്ടാമതെത്താൻ BJPക്ക് കഴിഞ്ഞുവെന്നത് നഗരത്തിലെ ത്രികോണ മത്സരത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. 75 വാർഡുകളായിരുന്ന കോർപ്പറേഷൻ വിഭജനത്തിനു ശേഷം 76 വാർഡുകളായി വർദ്ധിച്ചിട്ടുണ്ട്. തുടർച്ചയായ ഭരണത്തിനൊടുവിൽ നിലവിലെ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങളും കെടുകാര്യസ്ഥതയും ഭരണത്തെ പ്രതിക്കൂട്ടിലാക്കിയ കാലമായിരുന്നു ഇത്. ഗുരുതരമായ മാലിന്യ പ്രശ്നം, പാളയം മാർക്കറ്റ് മാറ്റുന്നതിലെ അനിശ്ചിതത്വം, കിഡ്സൺ കോർണർ പൊളിച്ചെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കോർപ്പറേഷൻ ഭരണം ജനരോക്ഷം നേരിടുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ UDF ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി കളം പിടിക്കാൻ നേരത്തെ തീരുമാനിച്ചു.